നമസ്കാരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരവാദികൾ വലിയ തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടത്തിയത്. അതിന്റെ 1-ാം വാർഷികമാണ് ഇന്ന്. 1500-ന് മുകളിൽ ഇസ്രായേൽ പൗരന്മാരാണ് ആ ഒരു ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവും ഹമാസ് ഭീകരർ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ വലിയ രീതിയിൽ തന്നെ ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച, അല്ലെങ്കിൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോയ ഒരു നിമിഷമായിരുന്നു. ഇതിനോടകം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിലാണ്. ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ അവസാനത്തെ പ്രവർത്തകനെയും ഇല്ലായ്മ ചെയ്യാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് അന്ന് തന്നെ ശപഥം ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുത്ത പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ അതിനുശേഷം നിരവധി തവണ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും എല്ലാവരും തന്നെ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഗാസയിലും ഗാൻ യൂനിസിലും റഫയിലും അടക്കമുള്ള പാലസ്തീനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു ആക്രമണ പരമ്പര ഇല്ലായ്മ ചെയ്യണം, ഇനി സമാധാനത്തിന്റെ ഒരു ചർച്ചയിലേക്ക് ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ ഇസ്രായേൽ ഇതിനൊന്നും തയ്യാറായില്ല. ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ പാലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെതിരല്ല, പക്ഷെ അവിടെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്നവർക്കും, അല്ലെങ്കിൽ ആ ഭീകരവാദ സംഘടനയെ പോറ്റി വളർത്തുന്നവർക്കെതിരെയും ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ഇവർ ഏത് ബങ്കറിൽ ഒളിച്ചിരുന്നാലും ആ ബങ്കറുകളിൽ അടിയിലേക്ക് ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അവരില്ലായ്മ ചെയ്യും. ഇതാണ് ഇസ്രായേലിന്റെ ഒരു നയം. ഒക്ടോബർ 7-ാം തീയതി നടന്ന ഈ ഒരു ഭീകരാക്രമണത്തിന്റെ മിനിറ്റുകൾക്ക് ശേഷം തന്നെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് അന്ന് നൽകിയത്. വലിയ രീതിയിലൊരു വ്യോമാക്രമണമായിരുന്നു. ഒരു 7 ദിവസത്തോളം വ്യോമാക്രമണം നടത്തി ഗാസ മുനമ്പ് മുഴുവൻ ചുട്ട് ചാമ്പലാക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ തന്നെയായിരുന്നു. ഏകദേശം ഒരു വർഷം കൊണ്ട് 47,000-ന് മുകളിൽ ആളുകളാണ് ഗാസയിൽ, അല്ലെങ്കിൽ പാലസ്തീനിൽ മാത്രം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാലസ്തീനിലെ ഗാസയിലും അതോടൊപ്പം തന്നെ ഗാൻ യൂനിസിലും മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള റഫയിലുമാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ഗാൻ യൂനിസ് പ്രധാനമായിട്ട് ഹമാസ് ഭീകരവാദികളുടെ തലവന്മാരടക്കം താമസിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവാണ്. അവിടെ ഗംഭീരമായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ കരമാർഗം മറ്റൊരു 7 ദിവസങ്ങൾക്ക് ശേഷം കരമാർഗം തുടങ്ങിയ ആക്രമണത്തിലാണ് കുറച്ചെങ്കിലും ഇസ്രായേൽ സൈന്യത്തിനൊന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നത്. കാരണം ഇവരെല്ലാവരും, ഈ ഭീകരവാദികളായിട്ടുള്ള തൊരപ്പന്മാർ മുഴുവൻ കുഴിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലേക്ക് ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അവിടെയാണ് ഇവരുടെ ആയുധ ശേഖരണവും, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരുപാട് യുദ്ധത്തിന് വേണ്ടി നടക്കുന്ന ഒരുപാട് പ്ലാനിങ്ങുകൾ മുഴുവനും നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഈ പറയുന്ന ബങ്കറുകളാണ്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് കലാപരിപാടികൾ നടത്താമെന്നായിരുന്നു അവർ ആദ്യം ചിന്തിച്ചു. പക്ഷേ ഇസ്രായേൽ സൈന്യം ചെയ്തത്, ഓരോ ടണലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കടൽ ജലം അതിൽ കുത്തിക്കയറ്റി ഫുള്ള് നിറച്ച് ഈ ഭീകരവാദികളെ പരമാവധി അതിൻ്റെ ഉള്ളിൽ ഇട്ട് തന്നെ ശ്വാസം മുട്ടിച്ച്, അല്ലെങ്കിൽ മുക്കിക്കൊന്നും, അതോടൊപ്പം തന്നെ പുറത്തേക്ക് ചാടിക്കുന്ന സമയത്ത് ബോംബ് കൊണ്ടും ആ തോക്ക് കൊണ്ടും കൃത്യമായിട്ട് ഇവർ ആക്രമിച്ചുകൊണ്ടും ഹമാസിന്റെ ഏകദേശം 17,000 പോരാളികളെ മാത്രം ഇസ്രായേൽ സൈന്യം ഈ പറയുന്ന പാലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇസ്രായേൽ പുറത്ത് വിടുന്നത്. ഇപ്പോൾ ഒരു രീതിയിലും ഹമാസിനെ പറ്റിയിട്ടുള്ള ഒരു എനക്കവും ഈ ഒരു വർഷം കൊണ്ട് ഈ പറയുന്ന പാലസ്തീനിൽ നിന്ന് വരുന്നില്ല, കേൾക്കുന്നില്ല. അതിന്റെ കാരണം ഒരു പരിധി വരെ ഇവർ തീർന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തീർന്നു എന്ന് പറഞ്ഞാൽ വെറും തമാശയല്ല. ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ എത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ ഒരു ഭീകരവാദ സംഘടനകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലുകളും അതോടൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും അടിയിൽ ഇവന്മാര് വീണ്ടും ടണലുകൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അതിനകത്ത് കയറിയിരിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ ഇസ്രായേൽ നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ ഇന്ന സ്ഥലങ്ങളിലായിരിക്കണം. അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ഇവന്മാർ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ അഭയാർത്ഥി ക്യാമ്പുകളിലെ താഴെ ഇവര് ഈ ടണലുകൾ വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഉള്ളിൽ ഈ ഹമാസ് ഭീകരവാദികൾ ആയുധവും മറ്റുമായിട്ട് ഒളിച്ചിരിക്കും. അതോടൊപ്പം തന്നെ പല ആരാധനാലയങ്ങളിലും ഇതുപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ കുത്തി നിറക്കുന്ന കാഴ്ചയുണ്ട്. ഇതിന്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തു വിട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്കറിയാം എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അൽഷിഫ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ഗാസയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാലസ്തീനിലെ ഏറ്റവും വലിയ
ഹോസ്പിറ്റലാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ പല വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെ തന്നെ പാലസ്തീനിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ടും ഈ ഹമാസ് ഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണ്. ഇതിന് അകത്താണ് രണ്ടാമത്തെ ഘട്ടം ഈ ഹമാസിന്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ ഒളിച്ചു താമസിക്കുകയും അതോടൊപ്പം തന്നെ പല ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തത്. അപ്പോൾ ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് ഈ അൽഷിഫ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്ത സമയത്ത് ആ ഹോസ്പിറ്റലും പൊളിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ സേനയ്ക്ക് മാറേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ലോകം മുഴുവൻ ഇസ്രായേൽ ആശുപത്രികൾ ആക്രമിക്കുന്നു, കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു. ഇതൊക്കെയാണ് നിരന്തരമായിട്ട് പറയുന്നത്. ഏത് തരത്തിലുള്ള ആക്രമണം എവിടെ എങ്ങനെ നടത്തണമെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിനറിയാം. ഇവര് ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ സൈനികരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറാവാനോ ഈ പാലസ്തീൻ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ പാലസ്തീനിലെ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഈ ഇസ്രായേൽ ഹമാസ് തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും അതിനായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. അപ്പോൾ ഹമാസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒക്ടോബർ മാസം 7-ാം തീയതി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കുക ഇസ്രായേലിൽ. ഒരു സൈനികൻ പോലും മരണപ്പെട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഒരു 5000-ഓളം അല്ലെങ്കിൽ 5000-ൽ താഴെ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ മാത്രം 1500-ഓളം ആളുകളെ ഇവർ വധിച്ചു എന്നുള്ളതാണ്. തോക്കും മറ്റ് മിഷീൻ ഗണ്ണും അതോടൊപ്പം തന്നെ വേറെ ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ തൽക്ഷണം വധിക്കുന്ന അവസ്ഥയായിരുന്നു. കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം. അപ്പോൾ ഇതെല്ലാം രൂക്ഷമായി ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ചെയ്യണമെങ്കിൽ ഇവർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണോ? അല്ല. അപ്പോൾ ഇവരാരാണ്? പോരാളികളാണ്. എന്തിന്റെ പോരാളികൾ? ഭീകരതയുടെ പോരാളികളാണ്. അല്ലാതെ സമാധാനത്തിന്റെ പോരാളികളോ അല്ലെങ്കിൽ ഇതിനോടകം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും അല്ല. ഈ ഭീകരവാദ കൂട്ടങ്ങളെ കൃത്യമായിട്ട് നിലക്ക് നിർത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇസ്രായേൽ സേന വലിയ രീതിയിൽ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ വരുന്നുണ്ട്. കേരളത്തിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഹമാസ് ഒരു വലിയ രീതിയിൽ ഒരു പോരാട്ട സംഘടനയാണ്, പോരാളികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു ആ ഒരു സമയം മുതൽക്ക് തന്നെ. പക്ഷെ ഇതൊക്കെ വെറും ഈ ഭീകരതയെ വെള്ളപൂശുന്ന ആളുകളുടെ നിലപാടാണെന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഈ ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ ഇന്ന് എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലരും ഹൂറികളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഈ ഹമാസിന്റെ ലെബനോനിലെ പ്രധാനപ്പെട്ട തലവൻ, ലെബനോൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമാണ്, പാലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയത്ത് ലെബനോനിലേക്ക് ഇയാൾ മുങ്ങിയതാണ്. അവിടെ ചെന്നുകൊണ്ട് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ പോയിട്ട് പോലും ഈ ഭീകരവാദിയെ പിടികൂടി തീർത്ത് കളയാനുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഇസ്രായേലിനുണ്ടെങ്കിൽ പാലസ്തീനിൽ താമസിക്കുന്ന ഹമാസ് ഭീകരവാദികളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾക്കറിയില്ല. അപ്പോൾ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവനായിട്ടുള്ള യഹിയ സിൻവർ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയോ ഒരു എനക്കവും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണാനില്ല. കാരണം എവിടെയാണ് എന്നുള്ള ഒരു ചെറിയൊരു സൂചന കിട്ടിയാൽ പോലും തീർത്ത് കളയും. പക്ഷേ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന പ്രദേശങ്ങൾ ആക്രമിച്ചതിന്റെ പേരിലൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, യഹിയ സിൻവർ പോലും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സംഭവം നമ്മൾക്ക് ചിലപ്പോൾ ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഹമാസ് ഭീകരവാദികൾക്കെതിരെ ഗാസയിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാലസ്തീനിലെ പല പ്രദേശങ്ങളിലും നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതിൽ ഇപ്പോഴും എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ചില ചാനലുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് കളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെയാണ് തിരിച്ചു കളിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കമില്ല. ഗംഭീരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒടുവിൽ ഇസ്രായേലിന്റെ വിജയം എന്നുള്ളതിന് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഇനി പറയാനില്ല.